ഗതാഗത വകുപ്പ് തന്നെയാണ് പ്രതീക്ഷിക്കുന്നതെന്ന് നിയുക്ത മന്ത്രി കെ.ബി. ഗണേഷ് കുമാർ. കെ.എസ്.ആർ.ടി.സിയിൽ പ്രശ്നങ്ങളുണ്ട്. ഗ്രാമീണ മേഖലയിൽ ബസ്സുകൾ കൂടുതലായി ഇറക്കാനാണ് നീക്കം. കെ.എസ്.ആർ.ടി.സിയെ കമ്പ്യൂട്ടർവൽക്കരിക്കും. തൊഴിലാളി ദ്രോഹ നടപടികളൊന്നും ഉണ്ടാകില്ല. സഹകരിക്കേണ്ടത് പ്രതിപക്ഷം സഹകരിക്കണം. സിനിമാ വകുപ്പ് കിട്ടിയാൽ സന്തോഷം. എന്നാൽ സിനിമാ വകുപ്പ് ആവശ്യപ്പെട്ട് കേരള കോൺഗ്രസ് ബി കത്ത് കൊടുത്തിട്ടില്ലെന്നും കെ.ബി. ഗണേഷ് കുമാർ പറഞ്ഞു. വിവരങ്ങളുമായി മിഥുൻ മുരളി ചേരുന്നുണ്ട്. മിഥുൻ, ഇപ്പോൾ ശ്രീ ഗണേഷ് കുമാർ പറഞ്ഞിരിക്കുന്നത് ഗതാഗത വകുപ്പ് കൂടി കിട്ടിക്കഴിഞ്ഞാൽ സന്തോഷമാണ്. കെ.എസ്.ആർ.ടി.സിയിൽ നിരവധി പ്രശ്നങ്ങൾ നാളുകളായി ഉയരുന്നുണ്ട്. അദ്ദേഹം അവകാശപ്പെടുന്നത് ഇതൊരു സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള ഒരു രീതിയിൽ തനിക്ക് മുൻപോട്ട് കൊണ്ടുപോകാൻ സാധിക്കുമെന്നാണ്. വിവരങ്ങൾ അദ്ദേഹം ഇപ്പോഴുള്ളത് കൊട്ടാരക്കര വാളകത്തെ വീട്ടിൽ തന്നെയാണ്. അല്പസമയത്തിനുള്ളിൽ തിരുവനന്തപുരത്തേക്ക് അദ്ദേഹം തിരിക്കും. അതിനു മുമ്പായിട്ട് അദ്ദേഹം മാധ്യമവുമായിട്ട് കൂടിക്കാഴ്ച നടത്തുകയായിരുന്നു. മാധ്യമങ്ങളോട് തനിക്ക് മന്ത്രിസ്ഥാനം ലഭിച്ചതിൽ, വീണ്ടും മന്ത്രിസ്ഥാനത്തേക്ക് എത്തിയതിൽ സന്തോഷമുണ്ടെന്ന് അദ്ദേഹം പറയുന്നു. അത് സന്തോഷം പ്രകടിപ്പിച്ചുകൊണ്ട് തന്നെയായിരുന്നു അദ്ദേഹം ഈ തുടർന്നുള്ള വകുപ്പുകൾ കൈകാര്യം ചെയ്യുന്ന കാര്യങ്ങളിലൊക്കെയുള്ള പ്രതികരണം നടത്തിയിരിക്കുന്നത്. ഗതാഗത വകുപ്പിൽ സമൂലമായ പരിവർത്തനങ്ങൾ നടത്തേണ്ടതുണ്ടെന്ന് അദ്ദേഹം പറയുന്നുണ്ട്. കെ.എസ്.ആർ.ടി.സി വലിയ പ്രശ്നങ്ങളിലൂടെ കടന്നു പോകുന്ന സാഹചര്യത്തിലേക്കാണ് അദ്ദേഹത്തിന് ഈ മന്ത്രിസ്ഥാനം ലഭിച്ചത്. കെ.എസ്.ആർ.ടി.സിയുടെ ആ ചുമതലകൾ ഭംഗിയായി തന്നെ നിർവഹിക്കാൻ ശ്രമിക്കുമെന്ന് അദ്ദേഹം പറയുന്ന ഏറ്റവും വലിയ പ്രധാനപ്പെട്ട ഒരു കാര്യം കെ.എസ്.ആർ.ടി.സിയെ സിസ്റ്റമാറ്റിക് ആക്കി മാറ്റുന്നതിനുള്ള ശ്രമങ്ങൾ നടത്തുമെന്നാണ്. കെ.എസ്.ആർ.ടി.സിയെ കമ്പ്യൂട്ടർവൽക്കരിച്ചുകൊണ്ട് തന്നെ സാമ്പത്തിക ചോർച്ച തടയുന്നതിനുള്ള ശ്രമങ്ങൾ നടത്തും എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. കെ.എസ്.ആർ.ടി.സിയെ സ്വയം പര്യാപ്തതയിൽ എത്തിക്കുക എളുപ്പമല്ല. പക്ഷേ കൂടുതൽ ആളുകളുടെ സഹകരണത്തോടു കൂടിയുള്ള, തൊഴിലാളികളുടെ അടക്കം സഹകരണത്തോടു കൂടിയുള്ള പ്രവർത്തനങ്ങളിലൂടെ ഈ കാര്യങ്ങൾ നടപ്പിലാക്കാൻ സാധിക്കുമെന്ന പ്രതീക്ഷ കെ.ബി. ഗണേഷ് കുമാർ എം.എൽ.എ ഈ മന്ത്രിസ്ഥാനം ഏറ്റെടുക്കുന്നതിന് തൊട്ടു മുമ്പായിട്ട് പങ്കുവച്ചിരിക്കുന്നത്. കെ.എസ്.ആർ.ടി.സിയിൽ നിരവധി പ്രശ്നങ്ങളുണ്ട്. തൊഴിലാളികൾ പറയുന്ന പല കാര്യങ്ങളിലും ന്യായമുണ്ട്. തൊഴിലാളികൾ പറയുന്ന കാര്യങ്ങൾ പരിശോധിച്ചുകൊണ്ട് തന്നെ അവരുടെ സഹകരണത്തോടു കൂടി തന്നെ കെ.എസ്.ആർ.ടി.സിയെ മുന്നോട്ട് കൊണ്ടുപോകുന്നതിനുള്ള ശ്രമങ്ങൾ നടത്തും. രാഷ്ട്രീയമായിട്ട് ഈ തൊഴിലാളികൾ നടത്തുന്ന പല സമരങ്ങളും ഈ കെ.എസ്.ആർ.ടി.സിയുടെ തന്നെ മുന്നോട്ട് പോക്കിനെ പിന്നോട്ട് വലിക്കുന്നതിന് കാരണമാകുകയുള്ളൂ എന്ന അദ്ദേഹം കൂട്ടിച്ചേർക്കുന്നുണ്ട്. പിന്നീട് അദ്ദേഹം പറയുന്ന മറ്റു ചില പരിഷ്കാര രീതികളുണ്ട്. കെ.എസ്.ആർ.ടി.സിയെ മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് വേണ്ടി, നവീകരിക്കുന്നതിന് വേണ്ടി അദ്ദേഹം മുന്നോട്ട് വെക്കുന്ന ചില ആശയങ്ങളുണ്ട്. അതിൽ ഏറ്റവും പ്രധാനമായിട്ടുള്ളതെന്ന് ഗ്രാമീണ മേഖലയിൽ കെ.എസ്.ആർ.ടി.സി ബസ്സുകൾ കൂടുതൽ ഇറക്കിക്കൊണ്ടുള്ള ഒരു പരിഷ്കാരം നടത്തുക എന്നുള്ളതാണ്. ഇന്ത്യയിൽ തന്നെ സമൂലമായിട്ടുള്ള ചില പരിവർത്തനങ്ങൾ നടത്തുന്നതിന് വേണ്ടി കെ.എസ്.ആർ.ടി.സിയിൽ പൊതുഗതാഗത രംഗത്ത് സമൂലമായിട്ടുള്ള ചില പരിവർത്തനങ്ങൾ നടത്തുന്നതിന് സഹായകമാകുന്ന ചില ആശയങ്ങളാണ് ഇതെന്നാണ് അദ്ദേഹം പറയുന്നത്. ഗ്രാമീണ മേഖലയിൽ കെ.എസ്.ആർ.ടി.സി ബസ്സുകൾ കൂടുതലായി ഇറക്കിക്കൊണ്ട് അത്തരത്തിൽ കെ.എസ്.ആർ.ടി.സിക്ക് ലാഭകരമായിട്ടുള്ള മാറ്റങ്ങൾ ഉണ്ടാക്കാനുള്ള ശ്രമങ്ങൾ തന്റെ ഭാഗത്തു നിന്ന് ഇടപെടലുകൾ ഉണ്ടാകുമെന്ന് അദ്ദേഹം കൂട്ടിച്ചേർക്കുന്നു. അതിനുവേണ്ടി മുഖ്യമന്ത്രിയോടൊക്കെ ഇക്കാര്യങ്ങൾ ചർച്ച ചെയ്യും. അതിനുശേഷം മുഖ്യമന്ത്രിയുടെയും മന്ത്രിസഭയുടെയും ഒക്കെ അനുമതി ലഭിച്ചാൽ അത് ഇന്ത്യയിൽ തന്നെ വലിയ ഒരു പരിഷ്കാരമായിട്ട് തന്നെ മാറുമെന്നുള്ള ഒരു പ്രതീക്ഷയാണ് അദ്ദേഹം പങ്കുവെക്കുന്നത്. അതോടൊപ്പം തന്നെ പ്രതിപക്ഷത്തെയും അദ്ദേഹം വിമർശിക്കുന്നുണ്ട്. എന്തിനേയും എതിർക്കുക പ്രതിപക്ഷത്തിന്റെ ജോലിയാണെന്ന് ചിലർ ധരിച്ചു വെച്ചിരിക്കുകയാണെന്നുള്ള ആക്ഷേപം ഉന്നയിക്കുന്നു. പ്രതിപക്ഷം ഉയർത്തുന്ന പല കാര്യങ്ങളും ആരോപണങ്ങൾ മാത്രമായി അവസാനിക്കുകയാണ്. പ്രതിപക്ഷം ആരോപണങ്ങൾ ഉയർത്തുന്നു. ആ ആരോപണങ്ങളെല്ലാം കഴമ്പില്ലാത്ത അവസ്ഥയുണ്ടാകുന്നു. അത് ആരോപണങ്ങളായി തന്നെ നിലനിൽക്കുകയും ചെയ്യുന്നു. അങ്ങനെ അവസാനിക്കുകയും ചെയ്യുന്ന സാഹചര്യമാണ് നിലവിൽ സംസ്ഥാനത്ത് ഉള്ളത് എന്ന് പറയുന്നു. സഹകരിക്കേണ്ടത് പ്രതിപക്ഷം സഹകരിക്കണം. പക്ഷെ സഹകരിക്കേണ്ട പല കാര്യങ്ങളിലും സഹകരണ മനോഭാവത്തോടുകൂടി മുന്നോട്ട് പോകാൻ പ്രതിപക്ഷം തയ്യാറാകുന്നില്ലെന്ന് പറഞ്ഞുകൊണ്ട് പ്രതിപക്ഷത്തിനെതിരെയും വിമർശനം ഉന്നയിക്കുകയാണ്. ഈ നവകേരള സദസ്സിനെ എതിർത്തുകൊണ്ട് പ്രതിപക്ഷം ഉന്നയിച്ചിരിക്കുന്ന ആ സമരങ്ങളൊക്കെ വെറുതെയായിരുന്നു, അതിന്റെ ആവശ്യം എന്തായിരുന്നു എന്ന് വ്യക്തമാകുന്നില്ല എന്നുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് പ്രതിപക്ഷത്തിനെതിരെ വിമർശനം ഉന്നയിക്കുകയാണ്. ദൂർത്തടക്കമുള്ള കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ടായിരുന്നു പ്രതിപക്ഷത്തിന്റെ വിമർശനം. പക്ഷേ കെ.ബി. ഗണേഷ് കുമാർ പറയുന്നത് ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ നവകേരള സദസ്സിന് അടക്കമുള്ള കാര്യങ്ങളിൽ പ്രതിപക്ഷം നടത്തിയിരിക്കുന്ന സമരങ്ങളെല്ലാം വെറുതെയായിരുന്നു, അതിന്റെ ആവശ്യമില്ലായിരുന്നു, അത് എന്തെന്നുള്ള കാര്യങ്ങൾ വ്യക്തമല്ല എന്നുള്ള ഒരു വിമർശനം പ്രതിപക്ഷത്തിന്റെ നേരെയും അദ്ദേഹം ഉന്നയിക്കുകയാണ്. മറ്റൊന്ന്, സിനിമാ വകുപ്പ് അദ്ദേഹത്തിന് ലഭിക്കുന്നതിന് വേണ്ടി കേരള കോൺഗ്രസ് ബി പാർട്ടി കത്ത് നൽകിയിട്ടുണ്ട് എന്നുള്ള ഒരു വാർത്ത പുറത്തു വന്നിരുന്നു. പക്ഷേ അദ്ദേഹം അത് നിഷേധിച്ചിട്ടുണ്ട്. സിനിമാ വകുപ്പ് ആവശ്യപ്പെട്ട് കേരള കോൺഗ്രസ് ബി കത്ത് കൊടുത്തിട്ടില്ല. താൻ സിനിമാ മേഖലയിൽ നിന്ന് തന്നെ ഉള്ള ഒരാളായതുകൊണ്ട് സിനിമാ മേഖലയിലെ പല പ്രശ്നങ്ങളും തനിക്കറിയാം. അത് പരിഹരിക്കുന്നതിനൊക്കെ വേണ്ടിയുള്ള നടപടികൾ അത്തരത്തിൽ തന്നെ ഉണ്ടാകാനുള്ള സാധ്യത ഉള്ളതുകൊണ്ട് തന്നെ സിനിമാ വകുപ്പ് കൂടി കിട്ടിയാൽ സന്തോഷം എന്നുള്ള ഒരു കാര്യമാണ് അദ്ദേഹം പങ്കുവച്ചിരിക്കുന്നത്. അതിരാ ശരി, കൊല്ലത്തു നിന്നും മിഥുൻ മുരളിയാണ് വിശദാംശങ്ങൾ നൽകിയത്.